നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ SCERT 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 50 കെമിസ്ട്രി പ്രസ്താവന ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, SCERT 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 50 കെമിസ്ട്രി മേഖലയിലെ പ്രസ്താവന ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 14. പഠിച്ചോളനെ, എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 14 ആണ്. ഒരാറ്റത്തിന്റെ രണ്ടാമത്തെ ഷെല്ലിൽ അഥവാ എൽ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന സബ്ഷെല്ലുകൾ ഏതെല്ലാം? ഉത്തരം എസും പിയുമാണ്. പഠിച്ചോളനെ, ഒരാറ്റത്തിന്റെ രണ്ടാമത്തെ ഷെല്ലിൽ അഥവാ എൽ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന സബ്ഷെല്ലുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ അത് എസും പിയുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എഫ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 14 ആണ്. ഒരാറ്റത്തിന്റെ രണ്ടാമത്തെ ഷെല്ലിൽ അഥവാ എൽ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന സബ്ഷെല്ലുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ അത് എസും പിയുമാണ്. പഠിക്കുക. മൂന്നാമത്തെ ചോദ്യം, എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p5 എന്നാണ്. ഈ മൂലകത്തിന്റെ ഗ്രൂപ്പും ബ്ലോക്കും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാൻ ശ്രദ്ധിക്കുക. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p5 എന്ന് തന്നിരിക്കുന്നു. ഈ മൂലകത്തിന്റെ ഗ്രൂപ്പ്, ബ്ലോക്ക് എന്നിവ കണ്ടെത്തുക. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസിയാണ് സുഹൃത്തുക്കളെ, ഒന്നുമില്ല. ആദ്യം നമുക്ക് ഇവന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കാം. ബ്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സബ്ഷെല്ലുകൾ എത്ര ഉണ്ടെന്ന് അറിയണം. സബ്ഷെല്ലുകൾ എത്ര ഉള്ളത്? 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? SPDF അല്ലെ, ഇങ്ങനെ 4 സബ്ഷെല്ലുകളാണ് ഉള്ളത്. ഇതിനകത്ത് നമ്മുടെ ഒരു തന്നിരിക്കുന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുമ്പോൾ അത് ഏത് സബ്ഷെല്ലിലാണോ അവസാനിക്കുന്നത് ആ സബ്ഷെല്ലായിരിക്കും അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഡൗട്ട് ഒന്നുമില്ലേ? നമ്മുടെ തന്നിരിക്കുന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുമ്പോൾ അത് ഏത് സബ്ഷെല്ലിലാണോ അവസാനിക്കുന്നത് അതായിരിക്കും അതിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, നമ്മുടെ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത് ഏതാ? പി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ് അല്ലെ. അതുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ബ്ലോക്ക് ആയിരിക്കും. അപ്പോ എക്സ് എന്ന് പറയുന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം അവസാനിച്ചത് പി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് അതിന്റെ ബ്ലോക്ക് എന്താണ്? പി ബ്ലോക്ക് ആണ്. ഇനി രണ്ടാമത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഗ്രൂപ്പ് കണ്ടുപിടിക്കാനല്ലേ സുഹൃത്തുക്കളെ ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു ടാസ്ക് എന്തെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല. ഈ എസിനും PDF എന്ന് പറയുന്ന സബ്ഷെല്ലിന് ഓരോന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന ഇലക്ട്രോൺ വിന്യാസത്തിനകത്ത് ഏറ്റവും അവസാനം ഏതാണ് സബ്ഷെൽ എന്ന് നമുക്ക് മനസ്സിലാക്കിയ അതിനകത്ത് നമുക്ക് ബ്ലോക്ക് കിട്ടും. ഓക്കെയാണേ. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ അവസാനിക്കുന്ന മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യാനുള്ള എന്തെന്ന് ചോദിച്ചാല് പി എന്ന് പറയുന്ന ആ സബ്ഷെല്ലിന് തൊട്ട് മുമ്പുള്ള സബ്ഷെൽ ഏതെന്ന് നോക്കുക. ഇവിടെ ഇപ്പൊ ഏതാണ്? എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. ആ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിന്റെ മുകളിൽ 2 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. ഇതാണ് അതിന്റെ എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ആ ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ ഇങ്ങ് എടുക്കാൻ പോവുകയാണ്. 2. ഓക്കെ ആണ്. എസിന്റെ മുകളിൽ 2 ആണ്. 2 ആണ് എസിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. അതുകൊണ്ട് 2നെ നമ്മൾ അതുപോലെ എഴുതി. അതിനുശേഷം ഒരു പ്ലസ് ഇടുക. ഓക്കെ ആയേ? പ്ലസ് ഇട്ടേ. ഇനി നമ്മുടെ പി എന്ന് പറയുന്ന സബ്ഷെല്ലിന് മുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതുക. പി എന്ന് പറയുന്ന സബ്ഷെല്ലിന് മുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 5 ആണല്ലേ. അപ്പൊ 5 ഇലക്ട്രോൺസ് എവിടെയുണ്ട്? പിയിലുണ്ട്. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 7 കിട്ടി. ഇവിടെ തീർന്നിട്ടില്ല. അതിനോടൊപ്പം സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യുക? ഒരു 10 കൂടി കൂട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയായി? 17 എന്നായല്ലേ സുഹൃത്തുക്കളെ. അപ്പോ നമ്മുടെ ഗ്രൂപ്പ് ഏതാണ്? 17 ആണ്. ഓക്കെ ആണേ. അപ്പോ നമ്മുടെ ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ട് അത് പി എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ് അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല. എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ പി എന്ന് പറയുന്ന സബ്ഷെല്ലിന് തൊട്ട് മുമ്പ് ഏതാണോ സബ്ഷെല്ല് കിടക്കുന്നത് അതിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എഴുതുക. ഇലക്ട്രോണുകൾ എത്രയാണ്? 2 ആണ്. കൂട്ടുക, പ്ലസ് ഇടുക. അതിനുശേഷം നമ്മുടെ പി എന്ന് പറയുന്ന സബ്ഷെല്ലിന് മുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യുക? എഴുതുക. ഇവിടെ 5 ആണ്. അതുകൊണ്ട് 5 എഴുതി. ഈ സീക്വൽ എത്രയാണ്? നമുക്ക് 7 എന്ന് കിട്ടി. അതിനോടൊപ്പം എന്ത് ചെയ്യുക? 10 കൂട്ടി കൊടുക്കുക. അത് ഏതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? 10 കൂട്ടി കൊടുക്കുക. സോ നമ്മുടെ ഉത്തരം എത്ര കിട്ടി? 17 കിട്ടി. അപ്പോ ഈ എക്സ് എന്ന് പറയുന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം തന്നിട്ട് അതിന്റെ ഗ്രൂപ്പും ബ്ലോക്കും ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ഇവിടുത്തെ കേസിൽ ഗ്രൂപ്പ് എത്രയാ? 17. ബ്ലോക്ക് എത്രയാണ്? പി ബ്ലോക്ക് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എസ് ബ്ലോക്ക് മൂലകങ്ങൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളാണ്. ഇവയ്ക്ക് അയോണീകരണ ഊർജം കുറവായിരിക്കും. ശരിയാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങളായിരിക്കും. ഇവയ്ക്ക് അയോണീകരണ ഊർജം കുറവുമായിരിക്കും. പി ബ്ലോക്ക് മൂലകങ്ങൾ കൂടിയ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കാണിക്കുന്നു. ശരിയാണ്. പി ബ്ലോക്ക് മൂലകങ്ങൾ
കൂടിയ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്വഭാവം കാണിക്കുന്നവയാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലെ ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം നടത്തുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ബാഹ്യതമ ഷെല്ലിന് തൊട്ട് ഉള്ളിലെ ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം നടത്തുന്നു. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡി എന്ന് പറയുന്ന ബ്ലോക്കിലുള്ള മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവസാനിക്കുന്നത് എന്തിലായിരിക്കും സുഹൃത്തുക്കളെ? അത് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലായിരിക്കൂലേ. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡി എന്ന് പറയുന്ന സബ്ഷെല്ല് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനകത്തുള്ള ഏതെങ്കിലും സബ്ഷെൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 4s അങ്ങനെ ഏതെങ്കിലും സബ്ഷെൽ ഉണ്ടെങ്കിൽ ആ സബ്ഷെല്ല് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ത് ചെയ്യുള്ളൂ, അവന്റെ ഡി സബ്ഷെൽ എന്ത് ചെയ്യുള്ളൂ, നിറയ്ക്കുള്ള ഇലക്ട്രോൺസ് കൊണ്ട്. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം ആർക്കുണ്ട്? ഡി ബ്ലോക്ക് മൂലകങ്ങൾക്കുണ്ട്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ലാന്തനേടുകളാണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ലാന്തനേടുകൾ എന്ന്. അതിന്റെ അർത്ഥം എന്താ? ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയെന്നാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവന? 4 പ്രസ്താവനകളും ശരിയാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളാണ്. ഇവയ്ക്ക് അയോണീകരണ ഊർജം കുറവായിരിക്കും. ശരിയാണ്. പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് കൂടിയ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്നു. ശരിയാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ബാഹ്യതമ ഷെല്ലിന് തൊട്ട് ഉള്ളിലെ ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം നടത്തുന്നു. ശരിയാണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ലാന്തനേടുകൾ എന്നറിയപ്പെടുന്നു. ഇതും ശരിയാണ്. പഠിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ലോഹ സ്വഭാവം കൂടുതൽ കാണിക്കുന്നു. അല്ല, തെറ്റാണ് കേട്ടോ. പി ബ്ലോക്ക് മൂലകങ്ങള് ലോഹ സ്വഭാവം വളരെ കുറച്ച് മാത്രമേ കാണിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതയിൽ പെടുന്നത് ഏതൊക്കെയാ സുഹൃത്തുക്കളെ? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിലാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത്. അയോണീകരണ ഊർജം കൂടുതലായിരിക്കും പി ബ്ലോക്ക് മൂലകങ്ങൾക്ക്. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും പി ബ്ലോക്ക് മൂലകങ്ങൾക്ക്. 13 മുതൽ 18 വരെ ഗ്രൂപ്പുകളിലാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത്. അയോണീകരണ ഊർജം കൂടുതലായിരിക്കും പി ബ്ലോക്ക് മൂലകങ്ങൾക്ക്. പഠിക്കുക. ഇതിൽ തെറ്റായിട്ടുള്ള പോയിന്റ് എന്താ പറഞ്ഞത്? ലോഹ സ്വഭാവം കൂടുതലായിരിക്കില്ല. ആർക്കാണ്? പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് കേട്ടോ. അത് കുറവായിരിക്കും. അപ്പൊ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. താഴെ തന്നിരിക്കുന്ന രാസസമവാക്യം വിശകലനം ചെയ്ത് ഉത്തരം കണ്ടെത്തുക. 2Na plus Cl2 gives 2NaCl. അഭികാര തന്മാത്രകളും ഉൽപ്പന്ന തന്മാത്രകളും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഉത്തരം 2:1:2 ആണ് കേട്ടോ. ഇതൊരിക്കൽ PSC ചോദിച്ചിട്ട് ഒത്തിരി പേര് തെറ്റിച്ച പോയിന്റ് ആണ് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന രാസസമവാക്യം വിശകലനം ചെയ്ത് ഉത്തരം കണ്ടെത്തുക. നമ്മുടെ രാസസമവാക്യം എന്താ? 2Na plus Cl2 gives 2NaCl എന്നാണ്. അതായത് സോഡിയം ക്ലോറൈഡ് ഉണ്ടായതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോ അഭികാര തന്മാത്രകളും ഉൽപ്പന്ന തന്മാത്രകളും തമ്മിലുള്ള അംശബന്ധം എത്രയെന്ന് ചോദിച്ചാൽ 2:1:2 ആണ്. ഇത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സോഡിയത്തിന് തൊട്ടു മുമ്പ് എന്തുണ്ട് സുഹൃത്തുക്കളെ? 2 ഉണ്ട്. ആ 2 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ക്ലോറിന് തൊട്ടു മുമ്പ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് 0 എന്നോ അല്ലെങ്കിൽ അവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് ഈ സിയിലോ അല്ലെങ്കിൽ ബിയിലോ ഒന്നും കൊണ്ടുപോയി ആൻസർ കൊടുക്കരുത്. ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഒന്നാമത്തെ നമ്പർ ഉണ്ട് എന്നാണ് കേട്ടോ. നമ്പർ 1 അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ Cl2 എന്ന് ചുമ്മാ എഴുതിയ അതിന്റെ അർത്ഥം എന്താ? 1Cl2 എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ആ 1 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ 2NaCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ NaCl തൊട്ടു മുമ്പ് കിടക്കുന്ന 2 ആണ് ഈ അവസാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സോഡിയവും ക്ലോറിനും തമ്മിൽ ചേർന്ന് സോഡിയം ക്ലോറൈഡ് അഥവാ കറിയുപ്പ് ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഈ എന്നെയും Clനെയും നമ്മൾ അഭികാര തന്മാത്രകൾ എന്നും ഈ NaCl എന്ന് പറയുന്ന സാധനം സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പിനെ നമ്മൾ ഉൽപ്പന്ന തന്മാത്രകൾ എന്നും പറയുന്നു. അതിൽ എണ്ണയ്ക്ക് തൊട്ടു മുമ്പ് കിടക്കുന്ന നമ്പർ കണ്ടോ? അതാണ് അതിന്റെ അംശബന്ധത്തിലെ 2 എന്ന് പറയുന്നത്. ഇനി ക്ലോറിന്റെ സ്ഥാനത്ത് ഒന്നുമില്ല, അതുകൊണ്ട് അവിടെ 0 എന്നോ അല്ലെങ്കിൽ അവിടെ ഇല്ല എന്നോ വിചാരിക്കരുത്. അതിന് മുമ്പൊന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുണ്ടെന്നാണ് അവിടെ അർത്ഥം. അപ്പോ 2:1:2 നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അറ്റോമിക മാസ് പ്രസ്താവിക്കുന്നതിന് അവലംബമായി ഉപയോഗിച്ചിരിക്കുന്നത് ചോദിച്ചാൽ കാർബൺ 12 ആണ്. പഠിച്ചോളനെ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അറ്റോമിക മാസ് പ്രസ്താവിക്കുന്നതിന് അവലംബമായി സ്വീകരിച്ചിരിക്കുന്നത് ചോദിച്ചാൽ അത് കാർബൺ 12 ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ ഹേബർ പ്രക്രിയ എന്നറിയപ്പെടുന്നു. ഈ നിർമ്മാണ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഇരുമ്പ് ഉപയോഗിക്കുന്നു. ശരിയാണ്. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ ഹേബർ പ്രക്രിയ എന്നറിയപ്പെടുന്നു. ഈ നിർമ്മാണ പ്രക്രിയയിൽ ഉൾപ്രേരകമായിട്ട് ആരെ ഉപയോഗിക്കുന്നത്? ഇരുമ്പിനെയാണ് ഉപയോഗിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത്. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്. ഇതും ശരിയായിട്ടുള്ളതാണ്. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ് എന്നറിയപ്പെടുന്നു. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും എന്താ സുഹൃത്തുക്കളെ? ശരിയാണ്.
ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അറ്റോമിക മാസ് പ്രസ്താവിക്കുന്നതിന് അവലംബമായി സ്വീകരിച്ചിരിക്കുന്നത് ചോദിച്ചാൽ കാർബൺ 12 ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേ എന്ന് ചോദിച്ചാൽ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. നമുക്ക് ഓരോ പ്രസ്താവനകളായിട്ട് ഒന്നുകൂടി നോക്കാം. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹേബർ പ്രക്രിയ. ഈ നിർമ്മാണ പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് ഇരുമ്പാണ്. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സ്. ഈ സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത് ആരെയാണ്? വനേഡിയം പെന്റോക്സൈഡിനെയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ടിന്നിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഉരുക്കി വേർതിരിക്കലാണ്. ശരിയാണ്. ടിന്നിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഉരുക്കി വേർതിരിക്കൽ. ടിന്നിന് അപദ്രവ്യത്തെക്കാൾ താഴ്ന്ന ദ്രവണാങ്കമുള്ളതിനാലാണ് ഈ മാർഗം സാധ്യമാകുന്നത്. അതും ശരി തന്നെയാണ്. ടിന്നിന് അപദ്രവ്യത്തെക്കാൾ താഴ്ന്ന ദ്രവണാങ്കമുള്ളതിനാലാണ് ഈ മാർഗം സാധ്യമാകുന്നത്. അതും ശരി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? ഈ പറഞ്ഞിരിക്കുന്ന 1 ശരിയും 2 അതിന്റെ വിശദീകരണവുമാണ് അല്ലേ സുഹൃത്തുക്കളെ? ടിന്നിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം നമ്മൾ ആദ്യം പറഞ്ഞു ഉരുക്കി വേർതിരിക്കലാണെന്ന്. അത് എന്തുകൊണ്ടാണ് നമുക്ക് ഉരുക്കി വേർതിരിക്കാൻ പറ്റുന്നത് എന്നാണ് രണ്ടാമത്തെ കേസിൽ പറഞ്ഞിരിക്കുന്നത്. ടിന്നിന് അപദ്രവ്യത്തെക്കാൾ താഴ്ന്ന ദ്രവണാങ്കമുള്ളതിനാലാണ് നമുക്ക് ടിന്നിനെ ഉരുക്കി വേർതിരിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഒന്നുമില്ല. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ടിന്നിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ഉരുക്കി വേർതിരിക്കലാണ്. ടിന്നിൽ അപദ്രവ്യങ്ങളെക്കാൾ താഴ്ന്ന ദ്രവണാങ്കമുള്ളതിനാലാണ് ഈ മാർഗം സാധ്യമാകുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ എന്താ പറഞ്ഞേക്കുന്നത്? 1 ശരിയാണ്, 2 അതിനുള്ള വിശദീകരണവുമാണ് അല്ലേ? അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക. അലുമിനിയം നിർമ്മാണത്തിലെ ഒരു ഘട്ടമാണ് ലീച്ചിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പോ നമ്മുടെ ലീച്ചിങ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം അയിരിന്റെ സാന്ദ്രണമാണ് കേട്ടോ, ഓർത്തു വെച്ചേക്കുക. അലുമിനിയം നിർമ്മാണത്തിലെ ഒരു പ്രധാന ഘട്ടമാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. ഈ ലീച്ചിങ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അത് അയിരിന്റെ സാന്ദ്രണമാണ്. എന്താണ്? അയിരിന്റെ സാന്ദ്രണമാണ്. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഹെമറ്റൈറ്റ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹെമറ്റൈറ്റ് ആണ് എന്റെ ഉത്തരം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അലുമിനിയം നിർമ്മാണത്തിന്റെ ഒരു ഘട്ടമാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് ലീച്ചിങ് പെടുന്നത് എന്ന് ചോദിച്ചാൽ അയിരിന്റെ സാന്ദ്രണത്തിലാണ് ലീച്ചിങ് പെടുന്നത്. 11ാമത്തെ ചോദ്യം, ഇരുമ്പിന്റെ അയിര് എന്ന് ചോദിച്ചാൽ അത് ഹെമറ്റൈറ്റ് ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഹെമറ്റൈറ്റ് ആണ്. അടുത്തതാണ് ചേരുംപടി ചേർക്കുക. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ശരിയാണ്, അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. കോപ്പറിന്റെ അയിരാണ് കുപ്രൈറ്റ്. അതും ശരിയാണ്, കോപ്പറിന്റെ അയിരാണ് കുപ്രൈറ്റ്. അയൺ അഥവാ ഇരുമ്പിന്റെ അയിരാണ് ഹെമറ്റൈറ്റ്. അയൺ അഥവാ ഇരുമ്പിന്റെ അയിരാണ് ഹെമറ്റൈറ്റ് എന്നുള്ളത്. അതും ശരിയാണ്. സിങ്കിന്റെ അയിരാണ് കലാമിൻ എന്നുള്ളത്. സിങ്കിന്റെ അയിരാണ് കലാമിൻ എന്നുള്ളത്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. സിങ്കിന്റെ അയിരാണ് കലാമിൻ എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളെ സുഹൃത്തുക്കളെ. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്, കോപ്പറിന്റെ അയിര് കുപ്രൈറ്റ്. കോപ്പർ അഥവാ ചെമ്പിന്റെ അയിര് എന്താണ്? കുപ്രൈറ്റ് ആണ്. അയൺ അഥവാ ഇരുമ്പിന്റെ അയിര് എന്താണ്? ഹെമറ്റൈറ്റ് ആണ്. സിങ്കിന്റെ അയിര് കലാമിനാണ്. പഠിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ധാതു ആകാൻ സാധ്യത ഉള്ളത് ഏതാണ്? ഉത്തരം ആരാ? ബോക്സൈറ്റ് ആണ്. ബാക്കി ഏതെങ്കിലും ധാതുവാണോ? അല്ല. താഴെ തന്നിരിക്കുന്നവയിൽ ധാതു ആവാൻ സാധ്യതയുള്ളത് ആരാണ്? ബോക്സൈറ്റ് ആണ്. പഠിക്കുക. 14ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഭൂവൽക്കത്തിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ എന്തൊക്കെയാ? മെഗ്നീഷ്യം, സോഡിയം, സ്വർണം, അലുമിനിയം. നമുക്ക് എല്ലാവർക്കും അറിയാം സ്വർണമാണല്ലേ. അല്ലെങ്കിൽ കുലീന ലോഹങ്ങളാണ് സാധാരണ ഭൂവൽക്കത്തില് സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ താഴെ തന്നിരിക്കുന്നവയില് ഭൂവൽക്കത്തിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം എന്ന് ചോദിച്ചാൽ സ്വർണം ഇല്ലെങ്കിൽ കുലീന ലോകമായിട്ടുള്ള പ്ലാറ്റിനം ആവാം, അല്ലെങ്കിൽ സിൽവർ ആവാം. ഇതിൽ ഏത് വേണമെങ്കിലും ആവാം, ഓപ്ഷൻ തന്നിരിക്കും. അപ്പോ താഴെ തന്നിരിക്കുന്ന ഭൂവൽക്കത്തിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം എന്ന് ചോദിച്ചാൽ അത് സ്വർണമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ആര് കാണും? പ്ലാറ്റിനം കാണും. ചെമ്പിന്റെ വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയിൽ ഇലക്ട്രോലൈറ്റ് ആയി ഉപയോഗിക്കുന്ന ആസിഡ് ആണ് സൾഫ്യൂരിക് ആസിഡ്. പഠിച്ചോളെ, ചെമ്പിന്റെ വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയിൽ ഇലക്ട്രോലൈറ്റ് ആയി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അത് സൾഫ്യൂരിക് ആസിഡ് ആണ്. 17ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ശരിയല്ലേ സുഹൃത്തുക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ് എന്നുള്ളത്. അലുമിനിയത്തിന്റെ അയിരിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ലീച്ചിങ് പ്രക്രിയ. അലുമിനിയത്തിന്റെ അയിരിന്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ലീച്ചിങ് പ്രക്രിയ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ
ശരിയാണ്. ഹോൾ ഹെറാൾഡ് പ്രക്രിയ മറക്കല്ലേ. അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹോൾ ഹെറാൾഡ് പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും ശരിയാണ്, അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണെന്നുള്ളതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ 17ാമത്തെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്, അത് ശരിയാണ്. അലുമിനിയത്തിന്റെ അയിര് സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയ ലീച്ചിങ് ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹാൾ ഹെറാൾഡ് പ്രക്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഈ മുകളിൽ പറഞ്ഞ 3 പോയിന്റുകളും ശരിയാണ്. 18ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ലോഹങ്ങളെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന രീതിയിൽ ക്രമപ്പെടുത്തുക. താഴെ പറയുന്ന ലോഹങ്ങളെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന രീതിയിൽ ക്രമപ്പെടുത്തുക. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ PSC ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്ക് നോക്കാം. AG എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? സിൽവർ ആണ്. FE എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുമ്പാണ്. SN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്നാണ്. Na എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ആണ്. AU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡ് ആണ്. എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ രാസപ്രവർത്തന ശേഷി കൂടിയതാരെന്ന് ചോദിച്ചാൽ അത് സോഡിയം ആണ് കേട്ടോ. നമ്മൾ സോഡിയം ജലത്തിലൊക്കെ ഇട്ട് കൊടുക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലേ, പൊട്ടിത്തെറിക്കും അല്ലേ. അപ്പോ ഏറ്റവും കൂടുതൽ രാസപ്രവർത്തന ശേഷി ഇതിനകത്ത് കൂടിയതാരാ? സോഡിയമാണ്. 2ാം സ്ഥാനം ആരാണ്? ഇരുമ്പാണ്. 3ാം സ്ഥാനം ആർക്കാ? നമ്മുടെ ടിന്നിനാണ്. 4ാം സ്ഥാനം ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ സിൽവറിനാണ്. അതുപോലെ 5ാം സ്ഥാനം ആർക്കെന്ന് ചോദിച്ചാൽ അത് ഗോൾഡിനാണ്. അപ്പൊ ഗോൾഡിനാണ് ഏറ്റവും കുറവ് രാസപ്രവർത്തന ശേഷി. അതുകൊണ്ടാണ് ഗോൾഡ് നമ്മുടെ എയറുമായിട്ടൊന്നും റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡിന് നാശനം എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ലോകനാശനം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡിന് നല്ല വിലയുണ്ട് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോ ഒന്നുകൂടി പറയാം, താഴെ പറയുന്ന ലോഹങ്ങളെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന രീതിയിൽ ക്രമപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ തന്നിരിക്കുന്നത് ആരൊക്കെയാണ്? ഒന്ന് സിൽവർ, 2ാമത്തെ ആരാണ്? ഇരുമ്പാണ്. 3ാമത്തെ ടിന്നാണ്. 4ാമത്തെ സോഡിയമാണ്. 5ാമത്തെ എന്താണ്? സ്വർണ്ണമാണ്. നമുക്കറിയാം സോഡിയമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാസപ്രവർത്തന ശേഷിയുള്ളത്. അപ്പോൾ സോഡിയം ഏറ്റവും കൂടുതൽ രാസപ്രവർത്തന ശേഷി. അതിൽ ഏറ്റവും കുറഞ്ഞു പിന്നെ ആരാ വരുന്നത്? അത് ഇരുമ്പാണ്. അതിലും കുറവാണ് ടിന്നിന്. അതിനേക്കാളും കുറവാണ് ആർക്ക്? നമ്മുടെ സിൽവറിന്. അതിനേക്കാളും കുറവാണ് നമ്മുടെ സ്വർണത്തിന്. എന്നത് സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? കാൽസിനേഷൻ ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. ശരിയാണ്. കാൽസിനേഷൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. റോസ്റ്റിംഗ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. അതും ശരിയാണ് കേട്ടോ. റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. അപ്പോ ഇതിന്റെ ശരിയായ ഉത്തരം എന്താണ്? 1ഉം 2ഉം ശരി തന്നെയാണ് കേട്ടോ. 1ഉം 2ഉം ശരി തന്നെയാണ്. അപ്പൊ താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് എന്ന് ചോദിച്ചാൽ കാൽസിനേഷൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ അഭാവത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. ശരിയാണ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രക്രിയയാണ്. പഠിക്കുക. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രവർത്തനങ്ങളിൽ ശരിയായത് കണ്ടെത്തുക. അയിരിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കുറവായാൽ പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നു. ശരിയാണ്. അയിരിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കുറവായാൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് പ്ലവന പ്രക്രിയ. കാന്തിക സ്വഭാവമുള്ള അയിരുകളെ വേർതിരിക്കുന്നത് കാന്തിക വിഭജനം വഴി. ശരിയാണ്. കാന്തിക സ്വഭാവമുള്ള അയിരുകളെ വേർതിരിക്കുന്ന രീതിയാണ് കാന്തിക വിഭജനം വഴി. അയിരിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലായാൽ ജലപ്രവാഹത്തിൽ കഴുകുന്നു. അതും ശരിയാണ്. അയിരിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലായാൽ ജലപ്രവാഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴുകിയെടുക്കാൻ പറ്റും. ഇനി 4ാമത്തെ പോയിന്റ്, അയിരിന് ഗ്യാങ്ങിനും ഒരേ ലായകത്തിൽ ലയിക്കുന്നില്ലെങ്കിൽ നമുക്ക് ലീച്ചിങ് ഉപയോഗിക്കാം. അയിരും അതുപോലെ തന്നെ എന്താണ് ഗ്യാങ്ങും ഒരേ ലായകത്തിൽ ലയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലീച്ചിങ് ഉപയോഗിക്കാം. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയിരിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് പറയാം മാലിന്യങ്ങൾ എന്ന് നമുക്ക് പറയാം. ഒന്നുകൂടി സുഹൃത്തുക്കൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. സുഹൃത്തുക്കളെ, ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മുടെ അയിരിൽ അടങ്ങിയിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് അല്ലെന്നുണ്ടെങ്കിൽ മാലിന്യ വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്യാങ്ങിന് എന്ത് ചെയ്യണം? അയിരിൽ നിന്ന് നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് അയിരിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ത് ചെയ്യും? കൂടി വരും. ഇതെങ്ങനെയൊക്കെ ചെയ്യാമെന്നാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? അയിരിന് ഗ്യാങ്ങിനേക്കാൾ, അതായത് അയിരിന് അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ മാലിന്യങ്ങളെക്കാൾ സാന്ദ്രത കുറവായിരുന്ന എന്താ ഉപയോഗിക്കുന്നത്? പ്ലവന പ്രക്രിയയിലൂടെ നമുക്ക് അയിരിനെ മാറ്റിയെടുക്കാൻ പറ്റും. എവിടെ നിന്നും? ഗ്യാങ്ങിൽ നിന്നും. ഇനി കാന്തിക സ്വഭാവമുള്ള അയിരുകൾ വേർതിരിക്കുന്നത് കാന്തിക വിഭജനം വഴിയാണ്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിന്റെ കാര്യം തന്നെ എടുക്കാം. ഇരുമ്പിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ഇരുമ്പിനകത്ത് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് കാണും. അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു കാന്തിക വിഭജനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇരുമ്പ് അടങ്ങിയിട്ടുള്ള അയിരിനെ മാത്രം നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഈ ചവർ വസ്തുക്കളെല്ലാം എന്ത് ചെയ്യും? അവിടെ കിടക്കും. ഈ ഇരുമ്പും അടങ്ങിയിട്ടുള്ള
അയിര് മാത്രം നമുക്ക് കാന്തത്തിനകത്ത് ഒട്ടി നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി എടുക്കാൻ കഴിയും. അയിരിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാവുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കാൻ പറ്റും. അയിരിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാവുന്ന കേസിൽ, അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയിരുണ്ട്, അതിന് മുമ്പ് ഗ്യാങ് അല്ലെങ്കിൽ ചവറും ഉണ്ട്, അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് പറ്റും, അയിരിന് നല്ല സാന്ദ്രതയാണെങ്കിൽ അതെന്ത് ചെയ്യും, അടിയിൽ കിടക്കും. എന്നാൽ ഗ്യാങ് അല്ലെങ്കിൽ ആ ചവറിന് സാന്ദ്രത കുറവാണെങ്കിൽ എന്ത് ചെയ്യും, അത് പൊങ്ങിക്കിടക്കുകയും അത് ജലത്തിനോടൊപ്പം ഒഴുകി പോവുകയും ചെയ്യും. അപ്പോൾ കുറേയൊക്കെ നമുക്ക് അയിരിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, നല്ലതുപോലെ സാന്ദ്രീകരിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ്, അയിരും ഗ്യാങ്ങും ഒരുപോലെ ലായകത്തിൽ ലയിക്കുന്നില്ല എങ്കിൽ നമുക്ക് ലീച്ചിങ് ഉപയോഗിക്കാം. ഒന്നുകിൽ അതിനകത്ത് അയിര് ലയിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഗ്യാങ് ലയിക്കണം. കൂടുതലായിട്ടും അയിര് തന്നെയായിരിക്കും ലയിക്കുന്നത്. ഇങ്ങനെ അയിര് ലയിച്ചു കഴിഞ്ഞാൽ ഗ്യാങ് അല്ലെങ്കിൽ ആ വേസ്റ്റ് മെറ്റീരിയൽ എന്ത് ചെയ്യും, പൊങ്ങിക്കിടക്കും. അതിന് നമ്മളെടുത്ത് കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലീച്ചിങ്ങിനെ തിരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും, അയിര് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റും എന്താണ്, ശരിയാണ് കേട്ടോ. അതൊന്ന് സുഹൃത്തുക്കളെ ഓർത്തു വെക്കുക. 21ാമത്തെ ചോദ്യം, ഒരു അയിരിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? അയിര് സുലഭമായിരിക്കണം, എളുപ്പത്തിൽ വേർതിരിക്കാൻ കഴിയണം, ലോഹാംശം കൂടുതലായി. ഈ 3 ക്വാളിറ്റീസും ഉള്ളതിനെയാണ് നമ്മൾ ഒരു ലോഹത്തിന്റെ അയിരെന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്തു വെച്ചോളെ. ഒരിക്കൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു അയിരിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ആ അയിര് സുലഭമായിരിക്കണം, നല്ല രീതിക്ക് ആ അയിര് നമുക്ക് ലഭ്യമാകണം, എളുപ്പത്തിൽ വേർതിരിക്കാൻ കഴിയണം, അതായത് അയിരിൽ നിന്നും എളുപ്പത്തിൽ തന്നെ നമുക്ക് ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയണം, ലോഹാംശം കൂടുതലുള്ളതുമായിരിക്കണം, ലോഹാംശം കൂടുതലുള്ളതുമായിരിക്കണം. പഠിക്കുക. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം എന്നിവയെ അയിരിൽ നിന്നും വേർതിരിക്കാൻ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നത് എന്ത്? ഉത്തരം വൈദ്യുതി. പഠിച്ചോളെ. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം എന്നീ അയിരിൽ നിന്നും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നിരോക്സികാരി എന്തെന്ന് ചോദിച്ചാൽ അത് വൈദ്യുതിയാണ്. പഠിക്കുക. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഹൈഡ്രോ കാർബണുകൾ ഇന്ധനമായി ഉപയോഗിക്കുവാൻ കാരണം. ഒന്നാമത്തേതാണ് പറയുന്നത്, ഹൈഡ്രോ കാർബണുകൾ ജ്വലിക്കുമ്പോൾ താപം പുറത്തുവിടുന്നത് കൊണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം ഒരു താപമോചക പ്രക്രിയ. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന 2 പോയിന്റും ശരി തന്നെയാണ് കേട്ടോ. അന്ന് ഓർത്ത് വെച്ചോളനെ. ഹൈഡ്രോ കാർബണുകൾ ഇന്ധനമായി ഉപയോഗിക്കാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് എന്താ, ഹൈഡ്രോ കാർബണുകൾ ജ്വലിക്കുമ്പോൾ താപം പുറത്തുവിടുന്നത് കൊണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താ, ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം എന്ന് പറയുന്നത് ഒരു താപമോചകം അഥവാ താപത്തിനെ മോചിപ്പിക്കും, താപത്തിനെ പുറത്തുവിടുന്ന പ്രക്രിയ. എന്നാൽ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 2 പോയിന്റും ശരിയാണ്. പഠിക്കുക. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? വിവിധ ഓർഗാനിക് സംയുക്തങ്ങൾ, പെയിന്റ് എന്നിവയുടെ നിർമ്മാണത്തിലും ഓർഗാനിക് ലായകമായും ഉപയോഗിക്കുന്നത് എഥനോൾ ആണ്. പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് ആണ്, ശരിയാണ് കേട്ടോ. ഇത് വിവിധ ഓർഗാനിക് സംയുക്തങ്ങൾ, പെയിന്റ് എന്നിവയുടെ നിർമ്മാണത്തിനും ഓർഗാനിക് ലായകമായും ഉപയോഗിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് എഥനോളിനെയാണ്. കൃത്രിമ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എസ്റ്റർ ആണ്. കൃത്രിമ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് എസ്റ്റർ ആണ്. വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് പവർ ആൽക്കഹോൾ ആണ്. വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ആരെയാണ്? പവർ. നോൺ സ്റ്റിക് പാചകപാത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ ആണ്. നോൺ സ്റ്റിക് പാചകപാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ആരാണ്? ടെഫ്ലോൺ ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും എന്താണ്? ശരിയാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? വിവിധ ഓർഗാനിക് സംയുക്തങ്ങൾ, പെയിന്റ് എന്നിവയുടെ നിർമ്മാണത്തിലും ഓർഗാനിക് ലായകമായും ഉപയോഗിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് എഥനോളിനെയാണ്. കൃത്രിമ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ആരെയാണ്? എസ്റ്ററിനെയാണ്. വാഹനങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് പവർ ആൽക്കഹോൾ ആണ്. നോൺ സ്റ്റിക്ക് പാചകപാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ ആണ്. 25ാമത്തെ ചോദ്യം, പഴങ്ങൾ ഫെർമെന്റേഷന് വിധേയമാകുമ്പോൾ ലഭിക്കുന്ന ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. ഈ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നു, പഠിച്ചോളനെ. പഴങ്ങൾ ഫെർമെന്റേഷന് വിധേയമാകുമ്പോൾ ലഭിക്കുന്ന ആസിഡ് അറിയപ്പെടുന്ന പേരാണ് അസറ്റിക് ആസിഡ് എന്ന്. പവർ ആൽക്കഹോൾ ഏതിന്റെയൊക്കെ മിശ്രിതമാണ്? ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. പഠിച്ചോളനെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പവർ ആൽക്കഹോൾ എന്തിന്റെയൊക്കെ മിശ്രിതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെയും പെട്രോളിന്റെയും കൂടെ മിശ്രിതം അറിയപ്പെടുന്ന പേരാണ് പവർ ആൽക്കഹോൾ എന്ന്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പഴങ്ങൾ ഫെർമെന്റേഷന് വിധേയമാകുമ്പോൾ ലഭിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. പവർ ആൽക്കഹോൾ എന്തിന്റെ മിശ്രിതമാണെന്ന് ചോദിച്ചാൽ അബ്സല്യൂട്ട് ആൽക്കഹോളിന്റെയും പെട്രോളും കൂടെ ചേർന്നിട്ടുള്ള മിശ്രിതത്തെ അറിയപ്പെടുന്ന പേരാണ് പവർ ആൽക്കഹോൾ എന്ന്. 27ാമത്തെ ചോദ്യം, ബ്യൂട്ടേൻ വായുവിൽ കത്തുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? ശരിയായ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. ബ്യൂട്ടേൻ വായുവിൽ കത്തുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്.
പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് PVC. ഇതിന്റെ മോണോമറിന്റെ പേരെന്താണ്? വിനൈൽ ക്ലോറൈഡ് എന്ന്. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ് PVC. ഇതിന്റെ മോണോമറിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അത് വിനൈൽ ക്ലോറൈഡ് ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ പഠിക്കുക CH2 ഡബിൾ ബോണ്ട് CHCl എന്നുള്ളത് അങ്ങനെ ഓർത്ത് വെച്ചിരിക്കുക. അത് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമറാണ് PVC അഥവാ പോളി വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇതിന്റെ മോണോമർ അറിയപ്പെടുന്ന പേരെന്താണ്? വിനൈൽ ക്ലോറൈഡ് എന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CHCl എന്നാണ് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ബ്യൂട്ടൈൻ വാതകം കത്തുമ്പോൾ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ് PVC അഥവാ പോളി വിനൈൽ ക്ലോറൈഡ്. ഇതിന്റെ മോണോമറിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ വിനൈൽ ക്ലോറൈഡ് എന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് എന്തെന്ന് പറയാം? CH2 ഡബിൾ ബോണ്ട് CHCl എന്നാണ്. 28ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഫെറിക് അയോൺ മഞ്ഞ, ഫെറിക് അയോൺ മഞ്ഞ. ക്രോമിയം അയോൺ പച്ച, കൊബാൾട്ട് ഓക്സൈഡ് നീല, മാഗ്നീസ് ഡയോക്സൈഡ് പർപ്പിൾ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ് സുഹൃത്തുക്കളെ. ഇതുപോലെ അങ്ങ് പഠിച്ചു വെച്ചോളണേ. ഒരുപാട് എക്സാമുകൾ ചോദിച്ചതാണ്. ഫെറിക് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞയാണ്, ക്രോമിയം അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയാണ്, കൊബാൾട്ട് ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലയാണ്, മാഗ്നീസ് ഡയോക്സൈഡിന്റെ നിറം എന്താണ്? പർപ്പിൾ ആണ് കേട്ടോ. ഓർത്ത് വെച്ച മാഗ്നീസ് ഡയോക്സൈഡ് പർപ്പിൾ ആണ്. 29ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. പെട്രോളിയം ഉൽപ്പന്നമായ ഗ്രീസ് ഒരു സ്നേഹകമായി ഉപയോഗിക്കുന്നു. ശരിയാണല്ലേ സുഹൃത്തുക്കളെ? പെട്രോളിയം ഉൽപ്പന്നമായ ഗ്രീസ് എന്ന് പറയുന്നത് ഒരു സ്നേഹകമായി ഉപയോഗിക്കുന്നു. ഫോസിൽ ഇന്ധനമായ കൽക്കരി വാട്ടർ ഗ്യാസിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതും ശരിയാണ്. ഫോസിൽ ഇന്ധനമായ കൽക്കരിയാണ് വാട്ടർ ഗ്യാസിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. സിമന്റിന്റെ സെറ്റിംഗ് ടൈം നിയന്ത്രിക്കുന്നത് ജിപ്സം ഉപയോഗിക്കുന്നു. സിമന്റിന്റെ സെറ്റിംഗ് ടൈം നിയന്ത്രിക്കുന്നതിന് ജിപ്സം ഉപയോഗിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റും എന്താണ്? ശരിയാണ്. ഓർക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം. താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നമായ ഗ്രീസ് ഒരു സ്നേഹകമായി ഉപയോഗിക്കുന്നു. ശരിയാണ്. ഫോസിൽ ഇന്ധനമായ കൽക്കരി വാട്ടർ ഗ്യാസിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ശരിയാണ്. സിമന്റിന്റെ സെറ്റിംഗ് ടൈം നിയന്ത്രിക്കുന്നത് ജിപ്സം ഉപയോഗിച്ചാണ്. അതുകൂടെ ഓർത്തു വെച്ചിരിക്കുക. ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രസതന്ത്ര ശാഖയാണ് ഹരിത രസതന്ത്രം എന്ന് പറയുന്നത്. ഹരിത രസതന്ത്രത്തിന്റെ ഏതെങ്കിലും ലക്ഷ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതി സൗഹാർദ്ദമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, മലിനീകരണം കുറയ്ക്കുക. ഇത് രണ്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രസതന്ത്ര ശാഖയാണ് ഹരിത രസതന്ത്രം അഥവാ ഗ്രീൻ കെമിസ്ട്രി എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഈ ഗ്രീൻ കെമിസ്ട്രിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പരിസ്ഥിതി സൗഹാർദ്ദമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, മലിനീകരണം കുറയ്ക്കുക എന്നിവയാണ് പഠിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകൃതിദത്ത ഡൈ ആയി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അലിസാരിൻ. പഠിച്ചോളനെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകൃതിദത്ത ഡൈ ആയി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? അത് അലിസാരിൻ ആണ്. ശരീര താപനില കുറയ്ക്കാൻ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗം ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ആന്റിപൈററ്റിക്കുകൾ. ശരീര താപനില കുറയ്ക്കുവാൻ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗം ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ആന്റിപൈററ്റിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കൽക്കരിയിലെ പ്രധാന മൂലകം ഏതാണ്? ഉത്തരമേത കാർബൺ ആണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കൽക്കരിയിലെ പ്രധാന മൂലകം ഏതാണ്? അത് കാർബൺ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രകൃതിദത്ത ഡൈ ആയി ഉപയോഗിക്കുന്ന രാസവസ്തു എന്ന് ചോദിച്ചാൽ അത് അലിസാരിനാണ്. ശരീര താപനില കുറയ്ക്കാൻ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് വിഭാഗം ഔഷധങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ആന്റിപൈററ്റിക്കുകളാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കൽക്കരിയിലെ പ്രധാന മൂലകം ചോദിച്ചാൽ അത് കാർബൺ ആണ്. അടുത്ത 34ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. അനാൽജസിക്കുകൾ ശരീരവേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ശരിയാണ്. അനാൽജസിക്കുകൾ ശരീരവേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ആന്റിപൈററ്റിക്കുകൾ ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ശരിയാണ്. ആന്റിപൈററ്റിക്കുകൾ ശരീര താപനില കുറയ്ക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. ആന്റിസെപ്റ്റിക്കുകൾ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ആന്റിസെപ്റ്റിക്കുകൾ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ആന്റാസിഡുകൾ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ആന്റാസിഡുകൾ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അങ്ങ് പഠിച്ചു വെച്ചോളണേ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കുക. അനാൽജസിക്കുകൾ എന്താ ചെയ്യുന്നത്? ശരീരവേദന കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ആന്റിസെപ്റ്റിക്കുകൾ എന്താ ചെയ്യുന്നത്? ശരീര താപനില കുറയ്ക്കാൻ ശ്രമിക്കുന്നു. ആന്റിസെപ്റ്റിക്കുകൾ എന്താ ചെയ്യുന്നത്? സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കുന്നു. ആന്റാസിഡുകൾ ആണെങ്കിലോ അസിഡിറ്റി കുറയ്ക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് പഠിക്കുക. ശരിയുത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. ശരിയാണ്. LPGയിലെ പ്രധാന ഘടകം എന്താണ്? ബ്യൂട്ടൈൻ ആണ്. ഏറ്റവും കുറഞ്ഞ അളവ് കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി പീറ്റ് ആണ്. അതും ശരിയാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ഏതാണ്? അത് പീറ്റ് ആണ്. ഇൻഡിഗോ ബ്ലൂ ഒരു
പ്രകൃതിദത്ത ചായമാണ്, അതും ശരിയാണ്. ഇൻഡിഗോ ബ്ലൂ എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്ത ചായമാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും എന്താണ്, ശരിയാണ്. ഓർക്കുക, ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. താഴെ പറയുന്ന ഒരു ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. ഏറ്റവും കുറഞ്ഞ അളവ് കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി അറിയപ്പെടുന്ന പേരാണ് പീറ്റ്. ഇൻഡിഗോ ബ്ലൂ ഒരു പ്രകൃതിദത്ത ചായമാണ്. പഠിക്കുക. 36ാമത്തെ ചോദ്യം, LPGയുടെ പൂർണ്ണ രൂപം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയ ചോദ്യമാണ്. പഠിക്കുക. LPGയുടെ പൂർണ്ണ രൂപം എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ്. 37ാമത്തെ ചോദ്യം, ഗ്ലാസിന് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഫെറിക് അയൺ എന്ന് പറയുന്നത്. ഗ്ലാസിന് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഫെറിക് അയൺ എന്ന് പറയുന്നത്. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫ്ലിന്റ് ഗ്ലാസ്. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാ സുഹൃത്തുക്കളെ? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. താഴെ പറയുന്നതിൽ വിവിധ തരം ഗ്ലാസുകളുടെ നിർമ്മാണത്തിന് പൊതുവായി ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3 എണ്ണവും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ്. സിലിക്കൺ ഡയോക്സൈഡ്, മണല്, സിലിക്ക. സിലിക്കൺ ഡയോക്സൈഡ്, മണല് അല്ലെങ്കിൽ സിലിക്ക, ഇവന്മാരെ എല്ലാത്തിനും എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ വിവിധ തരം ഗ്ലാസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇവന്മാരെല്ലാം ഒരു കണക്കിന് ഒരേ ആളുകൾ തന്നെയാണ്, പക്ഷെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇങ്ങനെ PSC ചോദിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ ശരിയായ ഉത്തരം ഇവയെല്ലാം എന്നാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഗ്ലാസിന് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഫെറിക് അയോൺ ആണ്. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഫ്ലിന്റ് ഗ്ലാസ്. താഴെ പറയുന്നതിൽ വിവിധതരം ഗ്ലാസുകളുടെ നിർമ്മാണത്തിന് പൊതുവായി ഉപയോഗിക്കുന്ന രാസപദാർത്ഥം എന്ന് ചോദിച്ചാൽ അത് സിലിക്കൺ ഡയോക്സൈഡ് ആവാം, അല്ലെങ്കിൽ മണലാവാം, അല്ലെങ്കിൽ നമുക്ക് സിലിക്ക. ഇവയെല്ലാം എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ഗ്ലാസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പഠിക്കുക. 40ാമത്തെ ചോദ്യം, ആന്റിസെപ്റ്റിക്കുകൾ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അനാൽജസിക്കുകൾ എന്തിനാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ശരീരവേദന കുറയ്ക്കാൻ. ആന്റിസെപ്റ്റിക്കുകൾ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നെങ്കിൽ അനാൽജസിക്കുകൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ശരീരവേദന കുറയ്ക്കുന്നതിന് വേണ്ടി. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി രൂപമാണ് ആന്ത്രസൈറ്റ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി രൂപം ചോദിച്ചാൽ അത് ആന്ത്രസൈറ്റ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ആന്റിസെപ്റ്റിക്കുകൾ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ അനാൽജസിക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശരീരവേദന കുറയ്ക്കുന്നതിന് വേണ്ടി. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരി രൂപം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ത്രസൈറ്റ് ആണ്. പഠിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ LPG ആയി ഉപയോഗിക്കാൻ കഴിയുന്ന ഘടകം ഏതാണ്? ഉത്തരം C4H10 ഗ്യാസ് ആണ്. മറക്കല്ലേ, താഴെ തന്നിരിക്കുന്നവയിൽ LPG ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഘടകം ഏതാണ്? C4H10 ഗ്യാസ് രൂപത്തിലുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ ബ്യൂട്ടൈൻ എന്ന് പറയുന്നത് കേട്ടോ. ബ്യൂട്ടൈന്റെ കെമിക്കൽ ഫോർമുലയാണ് എഴുതി വെച്ചേക്കുന്നത് C4H10. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളണേ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന LPG ആയി ഉപയോഗിക്കുന്ന ഘടകം എന്ന് ചോദിച്ചാൽ C4H10 ഗ്യാസ്. G എന്ന് വെച്ചാൽ ഗ്യാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബ്യൂട്ടൈന്റെ കെമിക്കൽ ഫോർമുല എഴുതിയിരിക്കുന്നതാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? സിമന്റ് നിർമ്മാണത്തിൽ റോട്ടറി ചൂളയിൽ നിന്ന് ലഭിക്കുന്ന കട്ടകളാണ് സിമന്റ് ക്ലിങ്കർ. ശരിയാണ്. സിമന്റ് നിർമ്മാണത്തിൽ റോട്ടറി ചൂളയിൽ നിന്ന് ലഭിക്കുന്ന കട്ടകൾ അറിയപ്പെടുന്ന പേരാണ് സിമന്റ് ക്ലിങ്കർ. സിമന്റ് ക്ലിങ്കറിൽ ജിപ്സം ചേർത്ത് പൊടിച്ച് ഇളക്കിയാൽ നമുക്ക് സിമന്റ് നിർമ്മിക്കുവാൻ കഴിയും. അതും ശരി തന്നെയാണ്. സിമന്റ് ക്ലിങ്കറിലെ ജിപ്സം ചേർത്ത് പൊടിച്ചിളക്കിയാണ് സിമന്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 2 പോയിന്റും ശരി തന്നെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്താനാണ്. സിമന്റ് നിർമ്മാണത്തിൽ റോട്ടറി ചൂളയിൽ നിന്ന് ലഭിക്കുന്ന കട്ടകൾ അറിയപ്പെടുന്ന പേര് സിമന്റ് ക്ലിങ്കർ എന്നാണ്. ഈ സിമന്റ് ക്ലിങ്കറിൽ ജിപ്സം ചേർത്ത് പൊടിച്ചിളക്കിയാണ് സിമന്റ് നിർമ്മിക്കുന്നത്. പഠിക്കുക. 44ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. പേപ്പർ നിർമ്മാണ വേളയിൽ ബ്ലീച്ചിങ്ങിനായി ക്ലോറിന് പകരം ഓസോൺ ഉപയോഗിക്കുവാൻ കഴിയുന്നു. ശരിയാണ് കേട്ടോ. പേപ്പർ നിർമ്മാണ വേളയില് ബ്ലീച്ചിങ്ങിനായിട്ട് ക്ലോറിന് പകരം ഓസോൺ ഉപയോഗിക്കുവാൻ കഴിയുന്നു. ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം, ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. മീഥേന്റെ ഭാഗിക ജ്വലനം മൂലം ഉണ്ടാകാനിടയുള്ള വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. അതും ശരിയായിട്ടുള്ളതാണ്. മീഥേന്റെ ഭാഗിക ജ്വലനം മൂലം ഉണ്ടാകാനിടയുള്ള വിഷവാതകം ഏതാണ്? അത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റും ശരി തന്നെയാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേപ്പർ നിർമ്മാണ വേളയിൽ ബ്ലീച്ചിങ്ങിനായി ക്ലോറിന് പകരം ഓസോൺ ഉപയോഗിക്കാൻ കഴിയുന്നു. ശരിയാണ്. ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. മീഥേന്റെ ഭാഗിക ജ്വലനം മൂലം
ഉണ്ടാകാനിടയുള്ള വിഷവാതകം എന്നറിയപ്പെടുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. 45-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം ആഗോളതാപനത്തിന് കാരണമാകുന്നു. ശരിയാണ്. ഇന്ധനങ്ങൾ ജ്വലനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനത്തിന് കാരണം. ഇന്ധനങ്ങളുടെ ജ്വലനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനത്തിന് കാരണമെന്ന് പറയുന്നത്. ഇത് രണ്ടും ശരിയായിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1 ശരിയും 1ന്റെ വിശദീകരണമാണ് 2 എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ കൃത്യമായിട്ടുള്ള ആൻസർ. അപ്പോ താഴെ പറയുന്ന പ്രസ്താവന ശ്രദ്ധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം ആഗോളതാപനത്തിന് കാരണമാകുന്നു. ശരിയാണ്. ഇന്ധനങ്ങൾ ജ്വലനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനത്തിന് കാരണമെന്ന് പറയുന്നു. ഇതും ശരി തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? എ ആണ്. 1 ശരിയും 2 എന്ന് പറയുന്നത് ആ 1ന്റെ വിശദീകരണവുമാണ് പഠിക്കുക. 46-ാമത്തെ ചോദ്യം, ഡെറ്റോൾ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഔഷധമാണ്? ഉത്തരം ആന്റിസെപ്റ്റിക് ആണ് കേട്ടോ. ഡെറ്റോൾ എന്ന് പറയുന്നത് സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ഏത് വിഭാഗത്തിൽപ്പെട്ട ഔഷധമാണ് ഇതെന്ന് ചോദിച്ചാൽ അത് ആന്റിസെപ്റ്റിക് ആണ്. LPGയുടെ നിർമ്മാണത്തിൽ താഴെ പറയുന്ന ഏത് പ്രവർത്തനമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം താപീയ വിഘടനമാണ്. പഠിച്ചോളനെ. LPGയുടെ നിർമ്മാണത്തിന് താഴെ പറയുന്നവയിൽ ഏത് പ്രവർത്തനമാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് താപീയ വിഘടനമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഡെറ്റോൾ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഔഷധമാണ്? ആന്റിസെപ്റ്റിക് ആണിത്. LPGയുടെ നിർമ്മാണത്തിൽ താഴെ പറയുന്ന ഏത് പ്രവർത്തനമാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ താപീയ വിഘടനമാണ്. നമ്മുടെ 49-ാമത്തെ ചോദ്യം, പെട്രോളിയം അംശിക സേചനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ചില ഘടകങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അവയെ ഹൈഡ്രോ കാർബൺ ചെയിനിലുള്ള കാർബൺ ആറ്റങ്ങളുടെ കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. പെട്രോളിയം അംശിക സേചനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ചില ഘടകങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അവയെ ഹൈഡ്രോ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഡീസല്, ബിറ്റുമിൻ, പെട്രോളിയം ജെല്ലി, മണ്ണെണ്ണ എന്നിവയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കുറച്ച് കാർബൺ ആറ്റങ്ങൾ വരുന്നത് മണ്ണെണ്ണയ്ക്കും, അതിനുശേഷം കാർബൺ ആറ്റങ്ങൾ ഉള്ളത് ഡീസലിനാണ്, അതിനുശേഷം കാർബൺ ആറ്റങ്ങൾ വരുന്നത് പെട്രോളിയം ജെല്ലിക്കാണ്, ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉള്ളത് ബിറ്റുമിനാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടി വരുന്നത് എവിടെയാണ്? ബിറ്റുമിനാണ്. അപ്പൊ ഇത് ഇതുപോലെ അങ്ങ് പഠിച്ചു ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. പെട്രോളിയം അംശിക സേചനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ചില ഘടകങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അവയെ ഹൈഡ്രോ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടി വരുന്ന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് കാർബൺ ആറ്റങ്ങളുള്ള മണ്ണെണ്ണയിലാണ്, പിന്നെ കുറച്ച് കൂടുതലുള്ളത് ഡീസലിലാണ്, പിന്നെ കുറച്ച് കൂടുതലുള്ളത് എവിടെയാണ്? പെട്രോളിയം ജെല്ലിയിലാണ്, പിന്നെ കുറച്ചുകൂടെ ഉള്ളത് ആർക്കാണ്? ബിറ്റുമിനിലാണ്. പഠിക്കുക. സ്വയം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഹൈഡ്രജൻ ആണ് കേട്ടോ. സ്വയം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. കത്താൻ സഹായിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. ജ്വലനം നിയന്ത്രിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രജൻ ആണ്. അതുപോലെ തന്നെ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ടേ. ഒന്നുകൂടെ പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സ്വയം കത്തുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? കത്താൻ സഹായിക്കുന്ന വാതകം എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രജൻ ആണ്. നാലാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? തീ അണയ്ക്കാൻ അല്ലെങ്കിൽ ജ്വലനം അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ആരാ? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത്രയുമാണ് നമ്മുടെ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 50 കെമിസ്ട്രി പ്രസ്താവന ചോദ്യങ്ങൾ. ഇത്രയും നേരം ഈ വീഡിയോ എന്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ല ദിവസം നേരുന്നു.